കേരളത്തിലുള്ള എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഒരു മുഖ്യമന്ത്രിയെ കിട്ടി, നന്നായിട്ട് പ്രവർത്തിക്കും തോന്നുന്നു. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞോട്ടെ. പിന്നെ നല്ലത് ചെയ്യുന്നവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അദ്ദേഹത്തിന് വളരെ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു നന്നായിട്ടൊക്കെ കൊണ്ടുപോകണമെന്ന്. അഴിമതി വിരുദ്ധ ഭരണമൊക്കെ എല്ലാവരും കൂടെ കൂടുമ്പോൾ നടക്കുമെന്ന് അറിയത്തില്ല. എന്നാലും ഇപ്പോഴത്തെ കാലത്ത് ഈ ടെക്നോളജി ഇത്രയും വളർന്നതുകൊണ്ട് നമുക്ക് അഴിമതികളൊക്കെ കൂടുതലും പുറത്തു വരും, ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് പിന്നെ നല്ലതൊക്കെ ചെയ്യാനും ഒക്കെ എല്ലാവർക്കും തോന്നട്ടെ. പിന്നെ നമുക്ക് ഒത്തിരി കടവും പ്രശ്നമൊക്കെ ആണല്ലോ. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് കിട്ടിയ അറിവ് വെച്ച് ഞാൻ പറയുമ്പോൾ ഇവിടെ സാമ്പത്തിക ബാധ്യതയൊക്കെ കുറേ മാറ്റാൻ പറ്റുന്ന കാര്യം ഇപ്പോൾ ഒത്തിരിയുണ്ട്. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നത് നമ്മുടെ കരിമണൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. ഈ റയർ എർത്ത് ആയിട്ടുള്ള ശുദ്ധീകരിക്കുന്ന സംവിധാനമൊക്കെ ആയിട്ട് ഇന്ത്യയിൽ ഇപ്പം ഉണ്ട്. അപ്പോൾ ചൈന അതിൻ്റെ മേൽക്കോയ്മയിലായിരുന്നു. പക്ഷേ നമുക്ക് ധാരാളം ഇവിടെ ഡിപ്പോസിറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ യൂസ് ചെയ്തതിൻ്റെ വേസ്റ്റ് തന്നെ നമുക്ക് ആവശ്യമുള്ള ഒത്തിരി സംഗതികൾ കിട്ടുമെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂസുകൾ കേട്ടായിരുന്നു. അതൊക്കെ നല്ല രീതിയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല വരുമാനമായി മാറും. പിന്നെ ഈ പുഴകളിൽ ഒരു ഭാരതപ്പുഴയിൽ, അതുപോലെ പെരിയാർ, അതുപോലെ ഒത്തിരി പുഴകളിലെല്ലാം മണലടിഞ്ഞുകൂടി കിടക്കുക. ഇതുകൊണ്ടെന്താ ഗുണം? ആരോ പൊട്ടത്തരം പറയുന്നതാണ്. ആ മണലൊക്കെ വാരി കഴിഞ്ഞാൽ ഈ വെള്ളപ്പൊക്കമൊന്നും അത്രയും കൂടുതൽ വരത്തില്ല. ആ മണലൊക്കെ ഉപയോഗിച്ചാൽ പോരെ. അപ്പം സർക്കാരിന് അത് വലിയ വരുമാനമായി മാറും. അഴിമതി ഇല്ലാത്ത രീതിയിൽ വരണം. പിന്നെ ഈ എനിക്കറിയാവുന്നത് സുൽത്താൻ ബത്തേരി അടുത്തുള്ള ഈ ഫോറസ്റ്റ്, കുപ്പാടി ഭാഗമെല്ലാം ഭയങ്കരമായിട്ടുള്ള തേക്കും തോട്ടങ്ങളാണ്. എത്ര ആയിരക്കണക്കിനുണ്ട്. അതൊക്കെ വെറുതെ വരൾച്ച ഉണ്ടാക്കുന്നു. പിന്നെ ഈ തേക്കിൻ്റെ കീഴെ ഒത്തിരി മൃഗങ്ങൾക്ക് ആവശ്യമുള്ള തീറ്റകളൊന്നും ഉണ്ടാവില്ല. അപ്പം ഇത് ശരിക്കും വെട്ടിവിറ്റ് കാശാക്കി അവിടെ മൃഗങ്ങൾക്കൊക്കെ കിട്ടുന്ന പോലെ ഈ മുളകൾ, ഈറ്റകൾ, അങ്ങനെ ഫലവൃക്ഷങ്ങളൊക്കെ ഇഷ്ടം പോലെ വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഒത്തിരി മാറ്റം. അതുപോലെ മറയൂർ ഒത്തിരി ചന്ദനം ഉണ്ടെന്ന് എല്ലാം കേട്ടായിരുന്നു, അനേക കോടികൾക്കുള്ളത്. അതൊക്കെ കേന്ദ്രത്തിൻ്റെ ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള സംവിധാനം അതിനൊക്കെ നോക്കിയാൽ നടക്കും. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന നെപ്പോളിയൻ പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ ആയിരിക്കണം. നമുക്ക് ശ്രമിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. പിന്നെ ടൂറിസം മേഖലയൊക്കെയാണ് ഏറ്റവും നന്നായിട്ടുള്ളത്. വയനാട്ടിലേക്കാണെങ്കിൽ തുരങ്കപാതയുടെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് 4 കൊല്ലമാകും എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു ദോഷവും പ്രകൃതിക്കൊന്നും വരുന്നില്ല. കാരണം അത് തിക്കായിട്ടുള്ള പാറയാണ്. ഇത് മറ്റേ മണ്ണിടിച്ചിലുണ്ടാവും, മറ്റേ മറിച്ചുണ്ടാവും, അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. കാരണം മുണ്ടക്കൈ ഉരുൾപൊട്ടി എന്ന് പറഞ്ഞാൽ ഈ പാറ വരെയുള്ള ആ സംഗതികൾ ഒത്തിരി വലിയ മഴ പെയ്യുമ്പോൾ അത് കുതിർന്നിട്ട് തള്ളിപ്പോരുന്നതാണ്. ആ പ്രദേശത്ത് എനിക്ക് തോട്ടം ഉണ്ടായിരുന്നു. എനിക്ക് ആ ഭാഗങ്ങൾ മുഴുവനും അറിയാവുന്നതാണ്. എവിടെയും ഒരു വനനശീകരണമോ കോറിയോ യാതൊന്നുമില്ല. ഇതിങ്ങനെ പണ്ടെല്ലാം പാറകളെല്ലാം തെളിഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊരു സംഗതിയാണ്. അത് നല്ലപോലെ പഠിച്ചിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇത് ഈ പാറ തുരന്നുണ്ടാകുന്ന കാര്യത്തിന് വളരെ സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് തുരങ്കമാണല്ലോ, ഇലോൺ മസ്കിൻ്റെ പരിപാടി പ്രകാരം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ AI ബേസ്ഡ് ഉണ്ടാക്കുന്ന ദിവസം കിലോമീറ്റർ കണക്കിനാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ഈ ഇവിടുത്തെ കമ്പനിക്ക് കൊടുത്തു, അതിന് വരെ മാറ്റം വരുത്താൻ പറ്റുമോ എന്നൊക്കെ ഇവിടെയുള്ള മന്ത്രിമാരും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കൊക്കെ ജീവിതം പെട്ടെന്ന് തീർന്നു പോകുമല്ലേ. നമ്മുടെ സന്തതി പരമ്പരകൾക്കാണല്ലോ ഇത് വരട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കാനുള്ളതല്ലോ. അതുപോലെ വയനാടും പിന്നെ ഇവിടെ ഇടുക്കിയിലുമൊക്കെ
ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകണമെങ്കിൽ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറ് കൊണ്ടുവന്ന് ഈ സീ പ്ലെയിൻ എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ കൊണ്ടുവന്നായിരുന്നു. ഇവിടെ ആണെങ്കിൽ 2 ഡാമുകളുണ്ട്, കാരാപ്പുഴയും ബാണാസുര. അപ്പോഴത്തേക്ക് അതിനെല്ലാം തടസ്സം വെച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ലതൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ സ്മോൾ എയർക്രാഫ്റ്റുകൾ നല്ല കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റുന്ന വലിയ ഏരിയ ഒന്നും വേണ്ട, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. അതുപോലെ കർണാടകത്തിൽ നിന്നുള്ള രാത്രികാല നിരോധനം എല്ലാം ഭയങ്കര പ്രശ്നമാണ്. അപ്പം അതൊക്കെ അവിടെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഗതികളാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസ് അവിടെ ഭരിക്കുന്ന, ഇവിടെ എല്ലാം കൂടെ ആയിട്ട് ഇപ്പോൾ പിടിച്ചാൽ കിട്ടുന്നതാണ്. അവിടെ തുരങ്കമോ അല്ലെങ്കിൽ എലിവേറ്റഡ് ആയിട്ടുള്ള പാതകൾ ഏതാനും കിലോമീറ്റർ ഉള്ളൂ, എത്രയാണെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഒരു 10-20 കിലോമീറ്ററിനുള്ളിലൊക്കെ വരുള്ളൂ. അങ്ങനെയാകുമ്പോൾ അതുമൊക്കെ പരിഹരിക്കാൻ റെയിൽവേ വേണം, വരുത്താം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ടോള് വകുപ്പിൽ വേറെ കമ്പനികളെല്ലാം ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പം ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നല്ല രീതിയിൽ എല്ലാവരും പ്രവർത്തിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എവിടെയും കുറച്ച് കരിങ്കാലികളുണ്ടാവും, അപ്പം നല്ല മനുഷ്യർക്ക് നന്മ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അവർക്ക് ഈ ഗവൺമെൻറ്റിന് ഗുണമുണ്ടാകരുതെന്നുള്ള രീതിയിലുള്ള ചിന്ത ഉണ്ടായെന്ന് വരും. നല്ലത് ചെയ്താൽ ആര് ചെയ്താലും നല്ലതാണെന്ന് പറയാം. അതുകൊണ്ട് എല്ലാവരും ആ രീതിയിൽ കാണണം. ജനങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. ഇതുപോലെ സോഷ്യൽ മീഡിയാസെല്ലാം ഇഷ്ടം പോലെ ഉള്ള കാര്യങ്ങൾ വേണ്ടി ഒത്തിരി ദീർഘിച്ച് പോകുന്നുണ്ട്. ചെറിയ തോതിലുള്ള കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളുണ്ട്, അറിവിൽപ്പെട്ടതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ആൾക്കാരിത് കാണുന്നവർ ഷെയർ ചെയ്താൽ, സബ്സ്ക്രൈബ് ചെയ്താൽ ഒത്തിരി പേരിലേക്ക് ഇത് എത്തും. ഓക്കേ.